ഓമിക്രോണിന് പിന്നാലെ പുതിയ കോവിഡ് വകഭേദം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നതായി റിപ്പോർട്ട്. സിക്കാഡ എന്ന് പേരിട്ടിരിക്കുന്ന BA.3.2 വകഭേദമാണ് അമേരിക്കയും യൂറോപ്പും ഏഷ്യയും അടക്കം 20ഓളം രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓമിക്രോണിന്റെ ഉപവിഭാഗമായ ഈ വകഭേദത്തിന് പ്രതിരോധ സംവിധാനങ്ങളെ അതിവേഗം മറികടക്കാൻ ശേഷിയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതീവ വ്യാപനശേഷിയുള്ളതും നിരവധി ജനിതക മാറ്റങ്ങൾ സംഭവിച്ചതുമാണ് സിക്കാഡയെങ്കിലും ഇത് മാരകമല്ല എന്നത് ആശ്വാസം പകരുന്നുണ്ട്. മരണകാരണമായേക്കാവുന്ന വിധത്തിലുള്ള തീവ്രത നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2024 ദക്ഷിണാഫ്രിക്കയിലാണ് ഈ വകഭേദം ആദ്യമായി കണ്ടെത്തിയത്. 2025ഓടെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗബാധ കൂടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഓമിക്രോണിന് സമാനമായ ലക്ഷണങ്ങളാണ് പുതിയ സിക്കാഡ വകഭേദത്തിലും പ്രധാനമായും കണ്ടുവരുന്നത്. പനി, കടുത്ത ക്ഷീണം, തൊണ്ടവേദന എന്നിവയാണ് രോഗബാധിതരിലെ പ്രാരംഭ ലക്ഷണങ്ങൾ. ഇതിനു പുറമെ ചുമ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചില രോഗികളിൽ കടുത്ത തലവേദനയും ശരീരവേദനയും അനുഭവപ്പെടാറുണ്ട്. അപൂർവമായി ചിലർക്ക് നേരിയ തോതിലുള്ള ശ്വാസതടസ്സവും കണ്ടുവരുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. വാക്സിനേഷൻ സ്വീകരിച്ചവരിൽ സാധാരണ പനി പോലെ വന്നുപോകുന്ന രീതിയിലാണ് മിക്കവാറും കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭൂരിഭാഗം പേർക്കും രോഗം ഗുരുതരമാകുന്നില്ലെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ജാഗ്രത കൈവിടരുതെന്നാണ് ലോകാരോഗ്യ സംഘടന നൽകുന്ന സൂചന. നിലവിൽ ഇന്ത്യയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ നിരീക്ഷണ സംവിധാനങ്ങൾ പുതിയ വകഭേദങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. BA.3.2 വകഭേദം മൂലം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം രോഗവ്യാപനത്തിൽ പ്രകടമായ വർധനവ് ഉണ്ടായിട്ടില്ല. നിലവിലുള്ള വാക്സിനുകൾ ഗുരുതരമായ രോഗാവസ്ഥയ്ക്കെതിരെ സംരക്ഷണം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായ ജനിതക ശ്രേണീകരണവും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണവും നിരീക്ഷിക്കണമെന്നും ആവശ്യമെങ്കിൽ ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ വൈറസ് വകഭേദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രോഗത്തിന്റെ തീവ്രതയേക്കാൾ ഇത് ഉയർത്തുന്ന അനിശ്ചിതത്വമാണ് ആശങ്കയ്ക്ക് കാരണം. മഹാമാരിക്കാലത്ത് ആവർത്തിച്ച് കണ്ടുവരുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് BA.3.2 കാര്യത്തിലും സംഭവിക്കുന്നത്. പുതിയ വകഭേദങ്ങൾ പ്രായോഗികമായി എങ്ങനെയൊക്കെ ബാധിക്കുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കാൻ സമയമെടുക്കും. അതിനാൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കാതെ തന്നെ മുൻകരുതൽ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരുകൾ ശ്രമിക്കുന്നത്. സിക്കാഡ വകഭേദത്തെ നിരീക്ഷിക്കേണ്ടതുണ്ടെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ഇതിന്റെ ഉയർന്ന ജനിതക മാറ്റങ്ങളും ആഗോള വ്യാപനവും ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും ഇത് കൂടുതൽ അപകടകാരിയാണോ, ഇന്ത്യക്ക് വലിയ ഭീഷണിയാണോ, ഇതിന് വ്യക്തമായ തെളിവുകൾ നിലവിലില്ല. പരിഭ്രാന്തിക്ക് പകരം ജാഗ്രതയ്ക്കും കൃത്യമായ നിരീക്ഷണത്തിനുമാണ് ഇപ്പോൾ മുൻഗണന നൽകേണ്ടത്.